അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഉന്നക്കായൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ബീഫ് ഉന്നക്കായും നമ്മുടെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഉന്നക്കായും, അങ്ങനെ രണ്ട് തരത്തിലുള്ള ഉന്നക്കായയുടെ റെസിപ്പി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഉന്നക്കായ കഴിക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നേന്ത്രപ്പഴവും ബീഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു മുമ്പ് പഴംപൊരിയും ബീഫ് കറിയുടെയും ബീഫ് തോണിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 പഴമാണ് കാണിക്കുന്നത് കേട്ടോ. അതൊന്ന് ഈ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് പഴുത്ത് പോവണ്ട, ചെറിയൊരു പഴുപ്പ് മതി. പഴുത്ത് പോയാൽ എണ്ണ നന്നായി കുടിക്കും, നമുക്ക് ഉരുട്ടിയെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ അധികം പഴുക്കാത്ത പഴം വേണം ഉന്നക്കായക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ കറുപ്പൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വേവിച്ചെടുത്താലും മതി. ആവി കയറ്റി വേവിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കയറും പഴത്തിൽ. അപ്പം എന്നിട്ട് നമുക്കിതുപോലെ ഇപ്പം ഞാൻ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കറുപ്പ് കളയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത ഇതില്ലേ അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ കറുപ്പൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനെല്ലാം അങ്ങനെ കളഞ്ഞെടുത്തതിന് ശേഷം ഞാനൊന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് നന്നായി ഉടച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ നൂൽപുട്ടിൻ്റെ ചില്ലില്ലേ അതിൻ്റെ കുറച്ച് വലിയ ഹോളായിട്ടുള്ളത് എടുത്തിട്ട് ഈ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടെടുത്തിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല തീരെ കട്ടില്ലാണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോരും. അല്ലെന്നുണ്ടെങ്കിൽ കൈവച്ച് ആക്കിയാലും മതി, വല്ല സ്പൂൺ എന്തെങ്കിലും തവി വെച്ചിട്ടോ ഒക്കെ ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ചിങ്ങനെ പിരിച്ചിങ്ങനെ പീച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ല മാവ് പോലെ തന്നെ നല്ല പഴം നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത പഴം വേണം ഇതിന് യൂസ് ചെയ്യാൻ, അത് മറക്കരുത് കേട്ടോ. ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ എടുക്കുക. ഇട്ട് നന്നായി ഒന്ന് കുഴച്ചിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ഒന്ന് നന്നായി കുഴച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായ നല്ല പുറം മധുരം ഉള്ളും നല്ല എരിവായിട്ടുള്ള ഒരു ഉന്നക്കായാണ്. അത് ഞാൻ ഇപ്പം മധുരം ഉണ്ടാക്കുന്ന പണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു മുട്ടയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാനൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും മുന്തിരി ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പെട്ടെന്ന് കാണിക്കണം. അപ്പോൾ വറുക്കെടുക്കുന്ന സമയമൊക്കെ ഞാൻ കുറച്ച് കുറവായിട്ടാണ് കാണിക്കുന്നത്. കുറേ ടൈം വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ മധുരത്തിന് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര നീരാണ്. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താലും മതി, മിക്കവരും പഞ്ചസാര ആവും ചേർക്കുന്നുണ്ടാവുക. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ആ ശർക്കര നീരൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുട്ടയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തോടെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ശർക്കര നീര് എടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയിൽ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സവാള, 2 പച്ചമുളക് നുറുക്കിയത്, കുറച്ച് കറിവേപ്പില നുറുക്കിയിട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. മസാലയ്ക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോകുന്നവരൊന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടി. അപ്പോൾ ഇത്തിരി എരിവുണ്ടായിക്കോട്ടെ കേട്ടോ, എരിവുള്ളത് നല്ലതാണ്. അപ്പോൾ പഴം കഴിക്കുമ്പോൾ ആ എരിവിൻ്റെ മസാലയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ഇത് വേവിച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് എല്ലാം കൂടി നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ്ങിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതും നല്ല ഒന്ന് എല്ലാം കൂടി യോജിച്ച് വരുന്ന പോലെ എടുക്കുക. എന്നിട്ട് പഴത്തിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഒരു ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പതുക്കെ പരത്തി കൊടുക്കുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ബീഫ് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബീഫും പഴവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല. ബീഫ് തന്നെ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉന്നക്കായാണ്. കുറച്ച് എരിവുള്ളിൽ നല്ല എരിവായിട്ടുള്ള. അപ്പോൾ നമ്മുടെ ബീഫ് തോണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴം പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബീഫിൻ്റെ മസാല വെച്ചിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. അതും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ പഴംപൊരിയും ബീഫ് കറിയും കൂടി ഒരു കോമ്പിനേഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉന്നക്കായ ഉരുട്ടിയെടുക്കുന്ന പോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഉരുട്ടി വെച്ചതിന് ശേഷം അപ്പം നമ്മുടെ ഈ വല്ല ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈവച്ച് പതുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിനി അടുത്തായിട്ട് മധുരം വെച്ചിട്ടുള്ളത് ഒരെണ്ണം കൂടി ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അത് ഞാൻ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മധുരത്തിനുള്ള ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു 3 പഴത്തിനുള്ള ഫില്ലിങ് ഉണ്ട് കേട്ടോ അത്. അപ്പം ഞാനിപ്പോൾ ഒരു 3 പഴം പുഴുങ്ങുന്നതേ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഈ രണ്ട് ഞാൻ കുറേശ്ശെ കാണിച്ചിട്ട് ബാക്കിയുള്ള ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചേക്കാണ് വേറൊരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് സാധാരണ ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ഉന്നക്കായാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. മധുരമുള്ളതും ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. പതുക്കെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേപോലെ മൊരിഞ്ഞ് കിട്ടും. ഉണ്ടോ? ഇതേപോലെ പൊരിച്ച് ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് പോരാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും ഈ ഒരു നോമ്പിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.